ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു കപ്പയും മത്തി മുളകിട്ട കറിയുമായിട്ടാണ് കേട്ടോ. ഇതൊന്ന് ഉണ്ടാക്കി നോക്കി. വെരി ടേസ്റ്റി. മുളകിട്ടതും നമ്മുടെ കപ്പ പുഴുങ്ങി ഉടച്ചതാണ് കേട്ടോ. നമ്മുടെ മലപ്പുറം സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഒരു മുളക് കറിയും അതേപോലെ കപ്പ പുഴുങ്ങി ഉടച്ചതുമാണ് കേട്ടോ. നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത്. വളരെ ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കിട്ടാ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിന് വേണ്ടി ഞാൻ കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട്. അതേപോലെ മത്തി കുഞ്ഞമത്തിയാണ്, അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്യൽ കത്രികയായിട്ടാണ് കേട്ടോ. അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കൽ. അതിൻ്റെ രണ്ട് ഭാഗത്തുള്ള ആ ഒരു ചെതുമ്പൽ ഇങ്ങനെ കളഞ്ഞെടുക്കും. തലഭാഗത്തൊക്കെ ഉണ്ടാവും. അതൊക്കെ ഈ കത്രികയായിട്ട് തന്നെ വെച്ചിട്ടെടുക്കും. പിന്നെ വാല് കട്ട് ചെയ്യുക, സൈഡത്തെ ചിറക് കട്ട് ചെയ്യുക. അതേപോലെ തന്നെ തലയും അതിൻ്റെ ആ വയർഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, മീൻ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. മത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇത് ക്ലീൻ ചെയ്തിട്ട് ഇടണവും ഞാൻ വെള്ളത്തിലേക്കാണ് ഇടൽ കേട്ടോ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെതുമ്പലോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പൊയ്ക്കോളും. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്പി കഴുകിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ഉളുമ്പും മാറ്റും. അതേപോലെ ഒന്നും കൂടി ഫ്രഷ്നെസ്സായി കിട്ടും നമ്മുടെ മീൻ കേട്ടോ. 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക. ഈ കപ്പ ഒന്ന് തൊലി കളഞ്ഞെടുക്കട്ടെ കേട്ടോ. നല്ല കുറച്ചൊരു ഇതുള്ള കപ്പയാണ്, പക്ഷെ തൊലി പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ചിലത് ടൈറ്റ് ഉണ്ടായിരുന്നു തൊലിച്ചെടുക്കാൻ. ഈ ഭാഗമൊന്ന് ചെത്തി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് എടുക്കുക കേട്ടോ. എല്ലാം തൊലി കളയട്ടെ. പിന്നെ തൊലി കളഞ്ഞതാ നല്ല ക്ലീൻ ചെയ്ത് വെക്കണം. മത്തിയും ഒക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. രണ്ടുമായിരിക്കണം കേട്ടോ. ഇനി രണ്ടൊന്ന് നമുക്ക് കുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കപ്പ ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഉടച്ചെടുക്കാനാണ് വിചാരിക്കുന്നത് കേട്ടോ. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിറകെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുക്കറിൽ അതിന് മേലെ നിൽക്കുന്ന വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഉപ്പിടുക. ഒരു വിസിലടിച്ചതിന് ശേഷം ആ വെള്ളം ഒഴിവാക്കിയിട്ട് കുറച്ച് 2-3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ മീൻ കറി വെക്കുന്നതാണ് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറി ഇതെടുത്തിട്ടുണ്ട്, മല്ലിച്ചപ്പും പുതിന കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായപ്പോൾ എടുത്തതാണ്. പിന്നെ പുളി എടുത്തിട്ടുണ്ട്. പുളിയൊന്ന് വെള്ളത്തിലിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പാൻ ചൂടായാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഞാൻ കടുക് ഇടലില്ല കേട്ടോ. കറി വെക്കുമ്പോൾ ഉലുവ ഇട്ടെടുത്തിട്ടുണ്ട്. ആ ഉലുവ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കറിവേപ്പിലുണ്ടല്ലോ, കറിവേപ്പിലിട്ട് കൊടുക്കുക. പലരും കടുകൊക്കെ ഇടും, പക്ഷെ ഞാൻ കടുക് ഇടലില്ല കേട്ടോ. കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സവാള എടുത്തില്ലേ, ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് പകരം ചെറിയ ഉള്ളി, കൊച്ചുള്ളി ആണെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആവും കേട്ടോ. നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഏകദേശം ഇപ്പോൾ ഇതായി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ പച്ചമുളക്, ഇഞ്ചി ഒന്നിട്ട് കൊടുക്കുക കേട്ടോ. ആ എണ്ണയിൽ ആ പച്ചമുളക് ഇഞ്ചിയൊക്കെ ഒന്ന് കിടന്ന് വഴന്ന് വരട്ടെ. അതിനുശേഷം മാത്രം നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി എന്ത് ചെയ്യാം, മുളക് പൊടി കേട്ടോ. ഞാൻ എരിവില്ലാത്ത മുളക് പൊടിയാണ്. 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എരിവില്ലാത്ത മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. കറിക്ക് കട്ടി വേണമല്ലോ. പിന്നെ മഞ്ഞൾപ്പൊടി കേട്ടോ. ഞാൻ മല്ലിപ്പൊടി ഇടലില്ല മീൻ കറിയിൽ, മുളക് ഇടുമ്പോൾ കേട്ടോ. മീൻ മുളക് ഇടുമ്പോൾ മല്ലിപ്പൊടി ഇടലില്ല. ഞങ്ങളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങളെങ്ങനെ വെക്കുക, മല്ലിപ്പൊടി ഇടുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ തക്കാളി ഇടും. 2 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു, നല്ല പഴുത്ത തക്കാളി. അത് ഇതിലിട്ട് നല്ലൊന്ന് വഴറ്റിയെടുക്കുക. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം പുളി വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നേരത്തെ പുളി വെച്ചതാണ്. കുറച്ച് പുളി വെള്ളം ബാക്കി വെച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ തിളക്കട്ടെ. നല്ലൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തിളക്കാൻ മൂടി വെച്ചിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ചെറിയ തീയിൽ. അപ്പോൾ നല്ല തിളച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്.
ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ച് പുളിൻ്റെ കുറവുണ്ട്. അപ്പോൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച് ബാക്കി വെള്ളം ഉണ്ടല്ലോ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് പുളിയും അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കട്ടിയുള്ള കറി കുറച്ച് ലൂസായി വന്നിട്ടുണ്ട്. ഇനി ഇത് തിളക്കട്ടെ. തിളക്കുമ്പോൾ എന്ത് ചെയ്യുക, മീൻ വെള്ളത്തിൽ നിന്ന് കഴുകി വാരി ഇട്ട് കൊടുക്കുക. മെല്ലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. തോനെ ഇളക്കണ്ട, മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കുക. തിളച്ചാൽ തീ കുറക്കുക കേട്ടോ. തിള വരുന്നുണ്ട്. ഉലുവ പൊടിയാണ് കേട്ടോ അത്. ഉലുവ വറുത്ത് പൊടിച്ചിട്ട് വെച്ചതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വറുക്കാതെ പച്ചക്ക് പൊടിച്ചാലും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് ഉലുവ പോയിട്ട് കൊടുക്കുക. നല്ലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, മിൻറ്റും അതേപോലെ ചപ്പ് പുതിന, മല്ലിച്ചപ്പും പുതിനയും അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക് കേട്ടോ. ഓക്കെ, നമ്മുടെ അടിപൊളി കറി ഇവിടെ കഴിച്ചിട്ടുണ്ട്. മുളക് കറി പാകത്ത് എരിവും പുളിയൊക്കെ ഉള്ളൊരു കറിയാണ്. ഒന്നും കൂടെ മൂടി വെക്കട്ടെ. അപ്പോൾ നല്ല തിളച്ച് ഇതിനൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇത് ഓഫാക്കിയിട്ട് മൂടി വെക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മളാ കപ്പ എടുത്തിട്ട്, കപ്പ പുഴുങ്ങാൻ വെച്ചില്ലേന്നോ, രണ്ടും വെള്ളം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് കയ്യിൽ വെച്ചൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഉടച്ച കപ്പൊക്കെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെ കറി ഒന്ന് കഴിച്ച് നോക്കി, എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കി. അടിപൊളി ടേസ്റ്റായിരിക്കും. നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കിട്ടാ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് ഇടുക, ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് കേട്ടോ. ഇനി എന്തൊക്കെ നിങ്ങൾക്ക് റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതും കമൻറ്റ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.